अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु व अशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बअदु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर्रहमानिर्रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर्रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिनस सिरातल मुस्तकीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़्दूबि अलैहिम वलद्दाल्लीन। हज़रत मसीह मऊद अलैहिस्सलाम एक जगह फरमाते हैं, ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, इस गरज के लिए भेजा ഈ गया വിനീതൻ कि ता ഈ സന്ദേശം അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക് എത്തിക്കുക എന്ന मौजूदा में से ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് അയക്കപ്പെട്ടിരിക്കുന്നത്. और खुदा ताला അതായത് के मुवाफिक ലോകത്ത് നിലവിലുള്ള മതങ്ങളിൽ टीम लाया है। വിശുദ്ധ ഖുർആൻ കൊണ്ടുവന്ന മതമാണ് रात में दाखिल होने के लिए സത്യത്തിലും दरवाजा അള്ളാഹുവിന്റെ പ്രീതിയിലും അധിഷ്ഠിതമായത്. मोहम्मद रसूलुल्लाह മോക്ഷത്തിന്റെ ഭവനത്തിൽ പ്രവേശിക്കുന്നതിനുള്ള കവാടം इस जमाने में ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ള ആണ്. ने कुरान करीम की तालीम को दुनिया में फैलाना था। ഈ കാലഘട്ടത്തിൽ कुरान करीम की വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കേണ്ട दुनिया के हर അള്ളാഹുവിന്റെ ഫയൽവാൻ बंदे को उसकी ज़बान വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ ലോകത്തിലെ ഓരോ നിവാസിക്കും और गुलाम हजरत मोहम्मद मुस्तफ़ा सल्लल्लाहु അവന്റെ ഭാഷയിൽ എത്തിക്കേണ്ടിയിരുന്നു. जिसका नाम ഈ अहमद कादियानी വിശുദ്ധ ഖുർആന്റെ പ്രേമി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസൻ, जिन्होंने അദ്ദേഹത്തിന്റെ പേര് मोहम्मद रसूल ഹസ്രത്ത് മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി അലൈഹിസ്സലാം എന്നാണ്. भटकी हुई इंसान അദ്ദേഹം തന്നെയാണ് അള്ളാഹുവിന്റെ ആ പോരാളി. ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പതാക अपनी मारिफ से पूरी ലോകത്ത് പറത്തിക്കൊണ്ട് മാർഗഭ്രംശം സംഭവിച്ച മനുഷ്യർക്ക് बात के गवाह हैं। മോക്ഷത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന്റെ उस काम का ആത്മീയ വിജ്ഞാനത്താൽ നിറഞ്ഞ സാഹിത്യവും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും जब അദ്ദേഹത്തിൽ ഏൽപ്പിച്ച ജോലി मामूली പൂർണ്ണമായ നിലയിൽ നിറവേറ്റിയെന്നതിന് സാക്ഷിയാണ്. ये कोई आसान काम ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പക്കൽ क्योंकि खुदा വളരെ കുറഞ്ഞ നിലയിൽ പോലും रिश्तादों को ഭൗതിക സാധന സാമഗ്രികൾ ഉണ്ടായിരുന്നില്ല. सिर्फ खुदा ताला അത്തരം അവസ്ഥയിൽ होता है। ഇത്ര വലിയ ജോലി നിറവേറ്റൽ आप अलैहिस्सलाम ഒരു അനായാസ പ്രവൃത്തിയായിരുന്നില്ല. എന്നാൽ അള്ളാഹുവിന്റെ വരിഷ്ഠദാസർക്ക് പൂർണ്ണമായ വിശ്വാസം അള്ളാഹുവിൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. खुदा से मांगा മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഈ ജോലിക്കായി യാതൊരുവിധ ഭൗതിക വസ്തുക്കളെയും മധ്യവർത്തിയായി അവലംബിച്ചില്ല. तकबीर के लिए മറിച്ച് जिसे करने ആവശ്യാനുസരണം അള്ളാഹുവിനോട് ചോദിച്ചു. खुदा ताला ने दिया है। അള്ളാഹു എല്ലാ അവസരങ്ങളിലും അദ്ദേഹത്തെ സഹായിച്ചു.
എന്നാൽ मुख्तलिफ मौक़ों पर ഭൗതികമായിട്ടുള്ള ഏർപ്പാടുകളെ അവലംബിക്കുക എന്നതും അള്ളാഹുവിന്റെ കൽപ്പനയാണ്. किसी पर भरोसा नहीं किया। അതനുസരിച്ച് അദ്ദേഹം തന്റെ പ്രിയപ്പെട്ടവരോടും हमेशा से അനുയായികളോടും വിവിധ അവസരങ്ങളിൽ ത്യാഗത്തിനായി ആഹ്വാനം ചെയ്തു. അതിൽ ധനത്യാഗവും ഉണ്ടായിരുന്നു. എന്നാൽ ഒരിക്കലും മറ്റുള്ളവരിൽ മാത്രം വിശ്വാസം അർപ്പിച്ചില്ല. അള്ളാഹുവിന്റെ वानियों की तारीख വരിഷ്ഠദാസരുടെയും പ്രവാചകന്മാരുടെയും इस्लाम ने भी, എല്ലായ്പ്പോഴത്തെയും ചര്യനുസരിച്ച് लेकिन അവർ അവരിൽ ഏൽപ്പിച്ച ജോലിക്കായി ത്യാഗത്തിന് ആഹ്വാനം ചെയ്യുന്നു. जिसने इस ഇതേപോലെ അദ്ദേഹവും ആഹ്വാനം ചെയ്യുകയുണ്ടായി. എന്നാൽ എല്ലായ്പ്പോഴും मील के എന്റെ ദൃഢവിശ്വാസം मेरे सिवा അള്ളാഹുൽ മാത്രമാണ് എന്നാണ് പറഞ്ഞിരുന്നത്. बस एक ऐसे शख्स का ആരാണോ ഈ മഹത്തായ പ്രവർത്തനം എന്നെ ഏൽപ്പിച്ചത് അതിന്റെ പൂർത്തീകരണത്തിന്റെ വാഗ്ദാനവും എന്നോട് ചെയ്തിരിക്കുന്നു. बड़े सगीर के ഉപദ്വീപിലെ ये ऐलान വിദൂരമായ के खुदा ने मेरे ഒരു ചെറിയ പ്രദേശത്ത് താമസിക്കുന്ന വ്യക്തിയുടെ को फैलाने और ला इलाहा इल्लल्लाह അള്ളാഹു रसूलुल्लाह की വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളെ अजमाने का काम किया है। പ്രചരിപ്പിക്കുക എന്ന ജോലിയും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ മഹത്വം देखा ഹൃദയങ്ങളിൽ സ്ഥാപിതമാക്കുക എന്ന ജോലിയും उस बस्ती से निकलकर എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനം ഒരു സാധാരണ പ്രഖ്യാപനമായിരുന്നില്ല. में फैला। പിന്നീട് ലോകം കാണുകയുണ്ടായി. ഈ സന്ദേശം ആ ഗ്രാമത്തിൽ നിന്നും പുറപ്പെട്ട് ഇന്ത്യയിലെ വലിയ വലിയ പട്ടണങ്ങളിലും കോണുകളിലും മാത്രമല്ല വ്യാപിച്ചത്, മറിച്ച് യൂറോപ്പിലും അമേരിക്കയിലും വരെ എത്തി. मुदाब के ഇസ്ലാമിന്റെ മഹത്വം जो लीडर थे ഹൃദയങ്ങളിൽ സ്ഥാപിതമാകാൻ തുടങ്ങി. थे जो വലിയ വലിയ പാതിരിമാർ, മറ്റു മതനേതാക്കന്മാർ, और दौलतमंद थे, ഇസ്ലാമിന്റെ എതിരാളികൾ पर തങ്ങളുടെ സങ്കല്പത്തിൽ रास्ते में ശക്തരും जब आए സമ്പന്നരുമായിരുന്നു. तो या तो ज़लील और रसूल എന്നാൽ അദ്ദേഹത്തിനെതിരിൽ या अल्लाह ताला की तकदीर അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വഴിയിൽ വന്നപ്പോൾ ഒന്നുകിൽ അപമാനിതരായി തീർന്നു, ज़िल्लत और रसवाई അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ തക്തീർ ना सिर्फ അവരെ നശിപ്പിച്ചു കളഞ്ഞു. बड़े सगीर पाक व हिंद की ज़मीन ने देखे ഇസ്ലാമിന്റെ എതിരാളികളുടെ അപമാനത്തിന്റെ ഈ ദൃശ്യം और अमेरिका ने भी देखे। ഉപദ്വീപിലെ ഇന്ത്യയും പാകിസ്ഥാനും മാത്രമല്ല കണ്ടത്, मुसलमान മറിച്ച് उलमा യൂറോപ്പും അമേരിക്കയും കണ്ടു. जिनकी എന്നാൽ ये नज़ारे देखकर भी ഈ ദൃശ്യം കണ്ടിട്ടും കണ്ണു തുറക്കാതെ मुखालफत में എതിർപ്പിൽ കൂടുതൽ മുന്നേറിയ सरगर्म हो। മുസ്ലിം പണ്ഡിതന്മാരുടെയും പീറുകളുടെയും അവസ്ഥയിൽ അഹോ കഷ്ടം. का तो कोई मुकाबला എന്നാൽ അള്ളാഹുവിന്റെ और गैरों की ये मुखालफतें തക്തീറിനെ और दुश्मनियां ഒരിക്കലും നേരിടാൻ സാധ്യമല്ല. तो वो काम करती रही और अब तक कर रही हैं। അന്യരുടെയും സ്വന്തക്കാരുടെയും ഈ എതിർപ്പും ശത്രുതയും खाद और पानी करते हैं। കൃഷിക്കും വൃക്ഷങ്ങൾക്കും വെള്ളവും വളവും ചെയ്യുന്ന പ്രയോജനം कि മുമ്പും ചെയ്തിരുന്നു, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. किसी भी जगह किसी भी तरीक से ഇന്ന് വരെ ആ ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുന്നു. एक नई शान से എപ്പോഴെങ്കിലും എവിടെയെങ്കിലും की जमात ഏതെങ്കിലും വിധത്തിൽ अल्लाह के फजलों का वारिस ജമാഅത്തിനെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ की नई मंजिलें ഈ അള്ളാഹുവിന്റെ ഫൈൽവാന്റെ ജമാഅത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് അവകാശികളായിക്കൊണ്ട് ഒരു പുതിയ പ്രഭാവത്തോടെ പുരോഗതിയുടെ പുതിയ ലക്ഷ്യങ്ങൾ നേടുന്നവരായി മാറുന്നു. ये है कि जमात ने അള്ളാഹുവിന്റെ ഈ അനുഗ്രഹം എല്ലായ്പ്പോഴും ജമാഅത്തിനോടൊപ്പം ഉണ്ടാകാനുള്ള കാരണം मबूस ജമാഅത്ത് ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ അവതീർണരായത് इरशाद അതിന് എല്ലായ്പ്പോഴും മുൻഗണന നൽകി എന്നതാണ്. अल वसीयत में ജമാഅത്ത് അംഗങ്ങൾ ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ कि उन तमाम അൽ വസിയത്ത് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ की ഈ നിർദ്ദേശത്തിന് आबाद हैं എപ്പോഴും മുൻഗണന നൽകി. അതായത് एशिया ഭൂമിയുടെ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ നിവസിക്കുന്ന ആത്മാക്കളെ യൂറോപ്പും ഏഷ്യയുമെന്നല്ല, और अपने സത്പ്രകൃതക്കാരായ എല്ലാവരെയും तीन वाहिद തൗഹീദിലേക്ക് വലിച്ചടുപ്പിക്കാൻ അള്ളാഹു ആഗ്രഹിക്കുന്നു. जिसके लिए തന്റെ ദാസരെ भेजा गया हूँ। सो ഏക മതത്തിൽ ഒരുമിച്ച് കൂട്ടാൻ ആഗ്രഹിക്കുന്നു. करो
അള്ളാഹുവിന്റെ ഈ ഉദ്ദേശത്തിനായിട്ടാണ് और अखलाक ഞാൻ ലോകത്തേക്ക് അയക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ലക്ഷ്യത്തെ അനുധാവനം ചെയ്യുക. എന്നാൽ സ്നേഹത്തോടും തൽസ്വഭാവത്തോടും ദുആയിൽ ശ്രദ്ധയൂന്നിക്കൊണ്ടും कुरान करीम की ലോകത്തെ दुनिया में ഏകമതത്തിൽ ഒരുമിച്ച് കൂട്ടി तालीम को फैलाना, തൗഹീദിൽ നിലനിർത്തൽ, लोगों को വിശുദ്ധ ഖുർആന്റെ ഭരണം सल्लल्लाहु अलैहि वसल्लम के ലോകത്ത് സ്ഥാപിക്കൽ, झंडे तले അതിന്റെ അധ്യാപനങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കൽ, वसी और अजीम काम സത്പ്രകൃതക്കാരെ जो റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാകയ്ക്ക് താഴെ ഒരുമിച്ച് കൂട്ടൽ, ഈ വിശാലമായ മഹത്തായ ജോലിയാണ് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജമാഅത്തിനെ तो में ഏൽപ്പിച്ചിരിക്കുന്നത്. कुर्बानियों എന്നാൽ ഈ ജോലി दुआओं के बगैर नहीं हो सकता. തങ്ങളുടെ അവസ്ഥകളിൽ हम इसके लिए कोशिश പരിശുദ്ധമായ മാറ്റം വരുത്താതെയും हम ത്യാഗങ്ങളില്ലാതെയും ദുആ ചെയ്യാതെയും സാധ്യമല്ല. जमात के लिए मुकद्दस ഏതുവരെ നാം ഇതിനായി പരിശ്രമിക്കുന്നുവോ आज तक അതുവരെ നാം അല്ലാഹു ജമാഅത്തിന് വിധിച്ചിരിക്കുന്ന ഈ പുരോഗതി കണ്ടുകൊണ്ടിരിക്കും. की यही खूबसूरत ഇന്നുവരെ ജമാഅത്തിന്റെ कि इस मकसद को हासिल करते हुए जमात പ്രഭാവവും സൗന്ദര്യവും ഇതാണ്. आगे बढ़ती चली जा रही है. ഈ ലക്ഷ്യം കരസ്ഥമാക്കിക്കൊണ്ട് पाक ജമാഅത്ത് करने की कोशिश करते हुए ഒരു ജമാഅത്ത് എന്ന നിലയിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. इसके लिए कुर्बानियां देती चली जा रही है. തങ്ങളിൽ अगर इस പരിശുദ്ധ मकसद മാറ്റം के लिए ഉണ്ടാക്കിയെടുക്കുന്നതിനായി പരിശ്രമിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായി ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ലക്ഷ്യം നേടുന്നതിനായി तो हमेशा इंशाअल्लाह ताला हम तरक्की के नज़ारे देखते चले जाएंगे. ദുആയിലേക്ക് ശ്രദ്ധയുണ്ടായാൽ जमात को ഇൻഷാ അല്ലാഹ് എല്ലായ്പ്പോഴും നാം പുരോഗതിയുടെ ദൃശ്യം കണ്ടുകൊണ്ടിരിക്കും. ജമാഅത്തിന്റെ जमात ने हमेशा ശ്രദ്ധയെ ഈ ലക്ഷ്യം നേടുന്നതിനായി ക്ഷണിച്ചപ്പോഴെല്ലാം जमात और ജമാഅത്ത് के लिए അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ലബ്ബൈക്ക് പറഞ്ഞിട്ടുണ്ട്. कुर्बानियों में മുമ്പത്തേക്കാൾ ഉപരിയായി ജമാഅത്ത് ഇസ്ലാമിന്റെ പുരോഗതിക്കായി ദുആയിൽ മുഴുകിയിട്ടുണ്ട്. और दुआओं की तरफ तो മറ്റു ത്യാഗങ്ങളും ചെയ്യാൻ തുടങ്ങി. खतूत मुझे आ रहे हैं കഴിഞ്ഞ ദിവസം कि बेइंतहा ഞാൻ നഫലി നോമ്പിലേക്കും शौक से ദുആയിലേക്കും ശ്രദ്ധ ക്ഷണിച്ചപ്പോൾ जदी और लबैक എനിക്ക് വരുന്ന കത്തുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു, जिनको नहीं भी कहा അതിരില്ലാത്ത ആവേശത്തോടെ ജമാഅത്ത് ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുകയും ലബ്ബൈക്ക് പറയുകയും ചെയ്തിട്ടുണ്ട്. के लोग भी എല്ലാവരും ദുആയിൽ മുഴുകിയിരിക്കുകയാണ്. ഞാൻ പറയാത്തവരും ദുആയിൽ മുഴുകിയിരിക്കുകയാണ്. പാകിസ്ഥാനികളല്ലാത്ത ആഫ്രിക്കക്കാരും യൂറോപ്പിലെ ആളുകളും അമേരിക്കയിലെ ആളുകളും പാകിസ്ഥാനി സമുദായത്തിൽ പെടാത്തവരും ദുആയിലേക്ക് ശ്രദ്ധിക്കുകയുണ്ടായി. किसी भी तरह किसी भी किस्म की तकलीफ में मुब्तला है തങ്ങളുടെ പാകിസ്ഥാനി സഹോദരങ്ങൾക്കായി എന്നല്ല, ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അടിച്ചേൽപ്പിക്കപ്പെടുന്ന എല്ലാ അഹമ്മദികൾക്കും വേണ്ടിയും ദുആയിൽ മുഴുകി. बढ़ गए. സാമ്പത്തിക ത്യാഗത്തിലേക്ക് नमूने दिखाए ശ്രദ്ധ ക്ഷണിച്ചപ്പോൾ സാമ്പത്തിക ത്യാഗങ്ങളിൽ മുന്നേറി. की खातर कुर्बानियों में ये लोग അവരുടെ മാതൃക കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്നു. जमाना ഏതെല്ലാം വിധത്തിലാണ് नाम के लिए ദീനിനു വേണ്ടിയുള്ള ത്യാഗത്തിൽ ഇവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. की इशात ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ തബ്ലീഗിനായി സാഹിത്യം, പുസ്തകം എന്നിവയുടെ പ്രസിദ്ധീകരണം അനിവാര്യമാണ്. മുബല്ലിഗീങ്ങളെ നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട്. राय മസ്ജിദുകളും മിഷൻ ഹൗസുകളും നിർമ്മിക്കേണ്ടതുണ്ട്. मीडिया में ईजाद हुए हैं. ഇന്നത്തെ അതിവേഗ കാലഘട്ടത്തിൽ മാധ്യമങ്ങളിലെ പുതിയ കണ്ടുപിടുത്തങ്ങളെ പ്രയോജനപ്പെടുത്തണം. ഇതിനെല്ലാം സാമ്പത്തിക ത്യാഗം അനിവാര്യമാണ്. तबलीग का जरिया ഇന്ന് MTA മാത്രം തബ്ലീഗിന്റെ ഒരു വിശാലമായ सैटेलाइट्स ഒരു മാർഗമായി മാറിയിരിക്കുന്നു. जिससे अब दुनिया का അതിനായി ഈ സമയത്ത് വ്യത്യസ്തമായ 4 ऐसा नहीं സാറ്റലൈറ്റുകളിൽ നിന്ന് പ്രയോജനമെടുത്തുകൊണ്ടിരിക്കുന്നു. അതുമൂലം അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാമിന്റെ സന്ദേശം पैगाम न पहुंच रहा हो. എത്തിച്ചേരാത്ത ലോകത്തിലെ ഒരു കോണുപോലും ബാക്കിയായിട്ടില്ല. എന്നു മാത്രമല്ല 7-8 വലിയ ഭാഷകളിൽ ഈ സന്ദേശം എത്തിക്കൊണ്ടിരിക്കുന്നു. बस ये एक बहुत बड़ा जरिया है ഇന്ന് तबलीग का. തബ്ലീഗിന്റെ ഒരു വലിയ മാർഗമാണിത്. उस मकसद के हुसूल ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാനുള്ള ഒരു മാർഗമാണിത്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ
നിയോഗ ലക്ഷ്യം കരസ്ഥമാക്കുന്നതിനുള്ള ഒരു വലിയ മാർഗമാണിത്. और इसके लिए माली कुर्बानी की जरूरत होती है. जमात അതിനായി ധനത്യാഗം ആവശ്യമുണ്ട്. ജമാഅത്ത് അത് മുമ്പത്തേക്കാൾ ഉപരിയായി ചെയ്തുകൊണ്ടിരിക്കുന്നു. के नए साल का ഇന്ന് ഞാൻ രീതി അനുസരിച്ച് തരീഖെ ജദീദിന്റെ നവവർഷം വിളംബരം ചെയ്യും. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു अहमदियत ने ഈ പദ്ധതി इस पैगाम को തുടങ്ങിയ അവസരത്തിൽ दुनिया से मिटाने का ऐलान किया, അഹമ്മദിയത്തിന്റെ എതിരാളികൾ जिसको लेकर हज़रत मसीह मौद ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന സന്ദേശത്തെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കും എന്ന പ്രഖ്യാപനമാണ് നടത്തിയിരുന്നത്. जब उसके जवाब में എന്നാൽ दुनिया के कोने അതിനു മറുപടി എന്ന നിലയിൽ इस पैगाम को पहुंचाने ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഈ സന്ദേശം वालिहाना ലോകത്തിന്റെ കോണുകളോളം എത്തിക്കുന്നതിനായി സാമ്പത്തിക ത്യാഗത്തിന് ആഹ്വാനം ചെയ്തപ്പോൾ ഒരു ആവേശഭരിതമായ ദൃശ്യം ലോകം കാണുകയുണ്ടായി. ममालिक में ഇന്ന് നാം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ലോകത്തിലെ 200 രാഷ്ട്രങ്ങളിൽ ഉണ്ട്. और जैसा कि मैंने कहा कि MTA के जरिए ही सिर्फ एक इनकलाब दुनिया में आ रहा ഞാൻ പറഞ്ഞതുപോലെ MTA മാത്രം है. खिलाफत के साए ലോകത്ത് ഒരു വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്. मसीह मौद अलैहिस्सलाम ने ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ഖിലാഫത്തിന്റെ തണലിൽ फरमानियां दे रही हैं. അദ്ദേഹത്തിന്റെ ലക്ഷ്യം നിറവേറ്റുന്നതിനായി ജമാഅത്ത് ത്യാഗങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രവാചക സ്നേഹത്തിന്റെ इस तकदीर വാദമുന്നയിക്കുന്ന മുസ്ലിങ്ങൾ और അള്ളാഹുവിന്റെ ഈ തക്ദീറിനെ कुरान करीम की മനസ്സിലാക്കുകയും फैलाने തൗഹീദിന്റെ सल्लल्लाहु സംസ്ഥാപനത്തിനും വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിനും इस റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭരണം ലോകത്ത് സ്ഥാപിക്കുന്നതിനും വേണ്ടി ഈ അള്ളാഹുവിന്റെ പോരാളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തങ്ങളെ സമർപ്പിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. देखें പിന്നീട് അവരുടെ നഷ്ടപ്പെട്ട അടിവേര് എങ്ങനെയാണ് ഉറക്കുന്നത് എന്ന് നോക്കുക. വലിയ വലിയ ശക്തികൾ എങ്ങനെയാണ് പിന്നീട് അവരെ ബഹുമാനിക്കുന്നത് എന്ന് നോക്കുക. कार्टूनिस्ट ഏതെങ്കിലും നിർഭാഗ്യവാനായ കാർട്ടൂണിസ്റ്റിനോ हो മാസികയുടെ എഡിറ്റർക്കോ മറ്റാർക്കെങ്കിലുമോ റസൂൽ തിരുമേനിയുടെ वसल्लम के बारे में പേരിൽ ഏതെങ്കിലും വിധത്തിലുള്ള बेहूदगी का इजहार करे. അനാവശ്യം പ്രകടിപ്പിക്കാനുള്ള ധൈര്യം തന്നെ തോന്നുകയില്ല. फ्रांस में एक रिसाले ने फिर एक ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിൽ ഒരു മാസിക വീണ്ടും ഒരു നീചമായ പ്രവൃത്തി ചെയ്തിരിക്കുന്നു. कि इसके खिलाफ അതുമൂലം നമ്മുടെ ഹൃദയത്തിന് മുറിവേറ്റു. ഫ്രാൻസിലെ ജമാഅത്തിനോട് ഞാൻ ഇതിനെതിരിൽ इन लोगों को समझाएं, നിയമപരിധിയിൽ നിന്നുകൊണ്ട് पब्लिक को भी होशियार പ്രതിഷേധം നടത്താനും അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും പൊതുജനങ്ങളെ താക്കീത് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. और अल्लाह ताला की गिरफ्त और पकड़ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ അള്ളാഹുവിന്റെ പിടുത്തമുണ്ടാകും. दुनिया तो वैसे ही അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കൂ. ഇന്ന് ലോകം അതല്ലാതെ തന്നെ നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ആപത്തുകളാണെങ്കിൽ മറ്റു ചിലങ്ങളിൽ സാമൂഹിക അധപ്പതനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള കാരണം उसके प्यार അള്ളാഹുവിനെ घटिया മറക്കുന്നു എന്നുള്ളതാണ്. अच्छी बातें की जाती हैं. അവന്റെ പ്രിയപ്പെട്ടവരെ കുറിച്ച് നീചവും വികൃതവുമായ കാര്യങ്ങൾ പറയുന്നു, അവരെ പരിഹസിക്കുന്നു. खुदा की गैरत को ये लोग ललकार रहे हैं. അള്ളാഹുവിന്റെ ആത്മാഭിമാനത്തെയാണ് ഇവർ വെല്ലുവിളിക്കുന്നത്. खुदा का खौफ दुनिया को दिलाने की जरूरत है. ദൈവഭയം ലോകരിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. अगर तमाम ഇന്ന് അഹമ്മദികൾ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. हकीकत को समझ जाए, എന്നാൽ മുഴുവൻ മുസ്ലിങ്ങളും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ मारेंगे തങ്ങളുടെ वहाँ अल्लाह ताला ഇഹപരലോകങ്ങൾ മനോഹരമാക്കുന്നതോടൊപ്പം बनेंगे. वारिस അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ അവകാശികളായിത്തീരുന്നതായിരിക്കും ഇവർക്ക് ബുദ്ധി ലഭിച്ചിരുന്നെങ്കിൽ. എന്നിരുന്നാലും ഞാൻ പറഞ്ഞതുപോലെ अहमदियत को खत्म करने के മുസ്ലിങ്ങളിലെ ഒരു സംഘം बुलंद बांग അഹമ്മദിയത്തിനെ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ഉച്ചസ്ഥരം വാദിച്ചപ്പോൾ ताला ने ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു को दुनिया में അഹമ്മദിയത്ത് അഥവാ एक तहरीक का ऐलान किया. യഥാർത്ഥ ഇസ്ലാമിനെ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിനായി बच्चों ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. मर्दों ने लबैक का അതിൽ और लबैक ജമാഅത്ത് അംഗങ്ങൾ കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ലബ്ബൈക്ക് പറഞ്ഞുകൊണ്ട് ത്യാഗത്തിന്റെ മാതൃകകൾ നിലനാട്ടി. तहरीक जदीद के ഇന്ന് നാം ലോകത്ത് फल लगे हुए देख रहे हैं.
തഹ്രീക്കെ ജദീദിന്റെ अल्लाह ताला के फजल से ഫലം ഉണ്ടായതായി കാണുന്നു. अहमदियत के फलदार दरख्त അല്ല, बल्कि फलों से लदे हुए दरख्त ലോകത്ത് लगे हुए देख रहे हैं. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹമ്മദിയത്തിന്റെ ഫലം നിറഞ്ഞു തൂങ്ങിയ വൃക്ഷം मुख्तलिफ നിലകൊള്ളുന്നതായി കാണുന്നു. लाजमी चंदों और ഈ ത്യാഗങ്ങളുടെ ഫലമായി जमात के अफराद വിവിധങ്ങളായ कुर्बानी कर रहे हैं. നിർബന്ധ ചന്തകളിലും तहरीक जदीद में भी മറ്റു പദ്ധതികളിലും मामूली कुर्बानी है. ജമാഅത്ത് അംഗങ്ങൾ आजकल जबकि दुनिया में ത്യാഗങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ दुनिया തെഹ്രീക്കെ ജദീദിലും അസാധാരണമായ ത്യാഗങ്ങൾ ചെയ്യുന്നു. ഇന്ന് ലോകം अहमदी कर रहे हैं. സാമ്പത്തിക പ്രതിസന്ധിയാൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ इस्लाम के അഹമ്മദികൾ ചെയ്യുന്ന ഈ സാമ്പത്തിക ത്യാഗം കാണുമ്പോൾ याद आ जाता അള്ളാഹുവിനെ कि जमात അളവറ്റ നിലയിൽ സ്തുതിച്ചു പോകുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ खुद हमें तज्जुब और हैरत होती ഈ വാക്കുകൾ ഓർമ്മ വരുന്നു. ജമാഅത്തിന്റെ ആത്മാർത്ഥതയും സ്നേഹവും ഈമാനിക ആവേശവും കാണുമ്പോൾ സ്വയം നമുക്ക് അത്ഭുതം തോന്നിപ്പോകുന്നു. कि कहाँ जाकर इसने ठहरना है, സാന്ദർഭികമായി किस हद तक സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ഇതുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് എവിടെ പോയി അവസാനിക്കും എന്നും की जिन्स എത്രമാത്രം ഇത് രൂക്ഷമാകുമെന്നും ഇപ്പോൾ പറയാൻ സാധ്യമല്ല. घरों में അതുകൊണ്ട് उनको അഹമ്മദികൾ ऐसे हालात बर्दाश्त करने की आदत എല്ലായ്പ്പോഴും और कुछ न कुछ उन्होंने കുറച്ച് ദിവസത്തേക്കുള്ള സാധനങ്ങൾ വീടുകളിൽ സംഭരിച്ചു വെക്കേണ്ടതാണ്. नहीं है. ദരിദ്ര രാജ്യങ്ങളിൽ ഇത്തരം അവസ്ഥകൾ സഹിക്കുന്ന ശീലം അവിടെയുള്ളവർക്കുണ്ട്. लोगों ने तो എന്നിരുന്നാലും आखिरी എന്തെങ്കിലും കുറച്ച് അവർ വീടുകളിൽ സംഭരിച്ചു വെക്കാറുമുണ്ട്. എന്നാൽ ഈ രാജ്യങ്ങളിൽ ഇത്തരം ശീലങ്ങളില്ല. ഇവർക്കറിയില്ല പ്രതിസന്ധി എന്താണെന്ന്. ഇവർ അവസാന പ്രതിസന്ധി രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ് കണ്ടത്. അതിനുശേഷം കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇവരുടെ പുതിയ തലമുറയ്ക്ക് എന്ത് സംഭവിക്കും എന്ന ഒരു വിചാരവുമില്ല. बात के तकाजों को पूरा करने के लिए മറിച്ച് अहमदियों को സുരക്ഷിതത്വത്തിന്റെ ആവശ്യം പൂർത്തിയാക്കുന്നതിനായി അഹമ്മദികൾ जरूर घरों തങ്ങളാൽ കഴിയുന്നത്ര എന്തെങ്കിലും കുറച്ച് റേഷൻ വീടുകളിൽ സ്വരൂപിച്ചു വെക്കേണ്ടതാണ്. अल्लाह ताला എന്നിരുന്നാലും ലോകത്തിന് അവരുടെ സൃഷ്ടാവിനെ മനസ്സിലാക്കുന്നതിനുള്ള തൗഫീക്ക് അള്ളാഹു നൽകട്ടെ എന്നും അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്നും അവർ രക്ഷപ്പെടട്ടെ എന്നും ദുആ ചെയ്യേണ്ടതാണ്. അള്ളാഹു അപ്രകാരം ആക്കി തീർക്കട്ടെ. के इखलास व वफा के ഞാൻ വീണ്ടും की तरफ आते ജമാഅത്തിന്റെ ആത്മാർത്ഥതയും കൂറും പ്രകടിപ്പിക്കുന്ന വിഷയത്തിലേക്ക് कुर्बानियों के बारे में തിരിച്ചു വന്നുകൊണ്ട് അവരുടെ ധനത്യാഗത്തെക്കുറിച്ച് പറയാം. किस तरह ഇതിൽ നിന്നും दुनिया के हर कोने में ലോകത്തിന്റെ എല്ലാ കോണുകളിലും दुनियाओं में സഹോദരങ്ങൾ किस വിവിധങ്ങളായ ധനത്യാഗ പദ്ധതികളിൽ എങ്ങനെയുള്ള तरक्की के लिए ആത്മാർത്ഥതയും കൂറിന്റെയും പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഈമാനിൽ പുരോഗമിക്കുന്നതിനായി खत्म करने की എപ്രകാരമാണ് ത്യാഗത്തിനായി तो आज അരക്കെട്ടുറപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. उनके चेले चांटे ജമാഅത്തിനെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നവർ അവരെ ഇന്ന് എവിടെയും കാണാൻ സാധ്യമല്ല. അവരുടെ വാലാട്ടികളും की बैत में आकर അവരുടെ പ്രകൃതമുള്ളവരും കാണട്ടെ. लोग ഹസ്രത്ത് वजूद മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബയ്യത്തിൽ വന്നതിന് ശേഷം ഇസ്ലാമിന്റെ പുരോഗതിക്കായി और इखलास व എപ്രകാരമാണ് ദാരിദ്ര്യമുണ്ടായിട്ടും ജനങ്ങൾ ത്യാഗങ്ങൾ ചെയ്യുന്നത്, ആത്മാർത്ഥതയുടെയും കൂറിന്റെയും മാതൃകകൾ കാണിക്കുന്നത്. के നമ്മുടെ ഐവറി കോസ്റ്റിലെ മുബല്ലിഗ് സാഹിബ് എഴുതുന്നു, दोस्त आलिडो विद्रागो साहब ने 2009 के आखिर में बैत की और बैत के पहले दिन से ही अपनी आमदनी का हिसाब നമ്മുടെ ഒരു शरह के मुताबिक സഹോദരൻ ആലിഡോ വിദ്രാഗോ സാഹിബ് इस दौरान उन्होंने 2009 അവസാനത്തിൽ ബയ്യത്ത് ചെയ്തു. ബയ്യത്തിന്റെ ആദ്യ ദിവസം തന്നെ തന്റെ വരുമാനം കണക്കാക്കി ശറ അനുസരിച്ച് ചന്ത നൽകാൻ തുടങ്ങി. ഈ അവസരത്തിൽ അദ്ദേഹം ചന്തയുടെ അളവറ്റ അനുഗ്രഹങ്ങൾ ദർശിച്ചു. ഒരു ദിവസം ജമാഅത്തിലെ പഴയ സഹോദരങ്ങളോട് ഈ അനുഗ്രഹത്തെക്കുറിച്ച് പറയുകയായിരുന്നു. ഈ പഴയ മെമ്പർമാരിൽ ഒരാൾ അദ്ദേഹം 2004 ബയ്യത്ത് ചെയ്തിരുന്നത്. ഈ സംഭവങ്ങൾ കേട്ടതിനു ശേഷം തന്റെ ചന്ത 2000 ഫ്രാങ്ക്സിഫയിൽ നിന്നും വർദ്ധിപ്പിച്ച് 5000 ഫ്രാങ്ക്സിഫ ആയി നിശ്ചയിക്കാൻ സമ്മതിച്ചു. പറയുന്നു, അദ്ദേഹം ചന്ത നൽകാൻ തുടങ്ങിയിരുന്നില്ല. തന്റെ വരുമാനത്തിൽ അസാധാരണമായ വർധനവ് അദ്ദേഹം കാണുകയുണ്ടായി. അങ്ങനെ
ആ പഴയ മെമ്പർ 1000 फ्रांक सिफा की हामी भरी थी। എന്റെ അടുത്ത് വന്നു. മുഴുവൻ സംഭവം വിവരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ 5000 और फिर इसके ഫ്രാങ്ക് സിഫ നൽകാൻ സമ്മതിച്ചിരുന്നു. എന്നാൽ ഞാൻ ഇന്നു മുതൽ 5 और इस तरह हम പകരമായി 10000 ഫ്രാങ്ക് സിഫ മാസം തോറും നൽകുന്നതായിരിക്കും. അതനുസരിച്ച് അദ്ദേഹം നൽകാൻ തുടങ്ങി. ഇതുപോലുള്ള ഒരുപാട് മെമ്പർമാരുണ്ട് ചന്തയിൽ മുന്നേറുന്നവരായി. मोहम्मद मरीगा साहब മീനി കുറാക്കരയിലെ മുബല്ലിഗ് എഴുതുന്നു, യുവാവായ ബഹുമാനപ്പെട്ട മുഹമ്മദ് മലീഗ സാഹിബ് ഒരു നീണ്ടകാലം തബ്ലീഗ് ചെയ്തതിനു ശേഷം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തിൽ പ്രവേശിച്ചു. ജോലിയുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ഒരു ആർക്കിടെക്ട് എഞ്ചിനീയറാണ്. ബയ്യത്ത് ചെയ്യുമ്പോൾ ഇദ്ദേഹം ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. വളരെ കുറഞ്ഞ ശമ്പളമാണ് ലഭിച്ചിരുന്നത്. ബയ്യത്ത് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് ജമാഅത്തിന്റെ സാമ്പത്തിക പദ്ധതികളെക്കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ ചന്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചന്ത ഏതാണ്? അദ്ദേഹത്തോട് പറഞ്ഞു, ചന്ത വസിയത്തും ചന്ത ആമും ചന്ത ജൽസ സാലാനയും. ഇത് ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ്. വസിയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞ ഉടനെ പറഞ്ഞു, ഞാൻ ഇന്നു മുതൽ തന്നെ വസിയത്തിന്റെ ചന്ത നൽകുന്നതായിരിക്കും. അദ്ദേഹത്തോട് മുബല്ലിഗ് പറഞ്ഞു, ചന്ത വസിയത്ത് ഒരു പദ്ധതിയാണ്. അതിൽ പങ്കാളി ആയതിനു ശേഷം മാത്രമേ താങ്കൾക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. പറഞ്ഞു, ഞാൻ ആ പദ്ധതിയിൽ ചേരാം. അങ്ങനെ അദ്ദേഹം അൽ വസിയത്ത് എന്ന ഗ്രന്ഥം വായിച്ചു. അതിനുശേഷം വസിയത്ത് ചെയ്തു. വളരെ വിശ്വസ്തയോടെ തന്റെ ശമ്പളത്തിന്റെ 10 ഭാഗം ചന്ത നൽകാൻ തുടങ്ങി. വസിയത്തിന്റെ അംഗീകാരം വരാൻ അല്പം സമയമെടുക്കും. ആ അംഗീകാരം വരുന്നതുവരെ തുടർച്ചയായി ചന്ത നൽകിക്കൊണ്ടിരുന്നു. പിന്നീട് കുറച്ചു കാലത്തിന് ശേഷം മറ്റു സാമ്പത്തിക പദ്ധതികളിലും ഭാഗവാക്കായി. പിന്നീട് കുറച്ചു കാലത്തിന് ശേഷം കമ്പനി ഉപേക്ഷിച്ചു, സ്വയം വ്യാപാരം തുടങ്ങി. ഇപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരു കമ്പനിയുടെ ഉടമസ്ഥനാണ്. മുഴുവൻ രാജ്യത്തും തന്റെ വിശ്വസ്തത കൊണ്ട് പ്രസിദ്ധനാണ്. അതുമൂലം അദ്ദേഹത്തിന്റെ വ്യാപാരവും വളരെ തിളക്കമുള്ളതായി മാറി. എല്ലാവരുടെയും മുമ്പിലിരുന്ന് ഒരു മടിയും കൂടാതെ പറയാറുണ്ട്, ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജമാഅത്തിൽ പ്രവേശിച്ചതുകൊണ്ടും വസിയത്ത് പദ്ധതിയിൽ പ്രവേശിച്ചതുകൊണ്ടുമാണ് ലഭിച്ചത്. ഘാനയിൽ നിന്നും നമ്മുടെ മുബല്ലിഗ് എഴുതുന്നു, ഇബ്രാഹിം സയ്യിദ് സാഹിബ് ഒരു സഹോദരൻ അൽഹാജ് മുഹമ്മദ് അൽബുദെ ഒരു തബ്ലീഗി പര്യടനത്തിൽ എന്നോടൊപ്പം ടോഗോയിൽ വന്നു. അവിടെ നൈജൂൻ എന്ന സ്ഥലത്ത് ഞങ്ങൾ വെയിലത്ത് നിന്ന് ളുഹുർ അസർ നമസ്കരിച്ചു. അൽഹാജ് മുഹമ്മദ് അൽബൂദെ പറഞ്ഞു, ഈ ആളുകൾക്കായി പള്ളി നിർമ്മിച്ച് നൽകേണ്ടത് ഇവരുടെ അവകാശമാണ്. വളരെ ചെറിയ ഒരു ഗ്രാമവും ചെറിയ ജമാഅത്തുമാണ്. അങ്ങനെ അദ്ദേഹം വളരെ വലിയ ത്യാഗം ചെയ്ത് ഒരു മനോഹരമായ പള്ളി അവർക്ക് വേണ്ടി നിർമ്മിച്ചു നൽകി. അൽഹാജ് നല്ല ഒരു സമ്പന്നനാണ്. ഈ പള്ളിയിൽ 300 പേർക്ക് നമസ്കരിക്കാൻ സാധിക്കും. ഇപ്പോൾ ആ പള്ളിയിൽ മിനാരവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് വളരെ വിദൂരത്തുള്ള ഒരു പ്രദേശത്താണ്. അവിടെ എത്തിച്ചേരുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും അൽഹാജ് സാഹിബ് സ്വയം ബുദ്ധിമുട്ട് അനുഭവിച്ച് പണം ചിലവഴിച്ച് നിർമ്മാണത്തിനുള്ള സാധനങ്ങൾ അവിടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഐവറി കോസ്റ്റിലെ സദർ ലേജന പറയുന്നു, ഈ വർഷം മജ്ലിസ് ഷൂറയിൽ ജമാഅത്ത് അഹമ്മദിയ ഐവറി കോസ്റ്റിന്റെ 50ാം വർഷ ജൂബിലിയുടെ അവസരത്തിൽ കേന്ദ്ര മസ്ജിദിന്റെ നിർമ്മാണത്തിനായി ചന്ത നൽകാൻ ആഹ്വാനം ചെയ്തു. ലജ്ന മെമ്പർമാർ അപ്പോൾ തന്നെ ഓരോ ലക്ഷം ഫ്രാങ്ക് സിഫയുടെ വാഗ്ദാനം നൽകി. പറയുന്നു, നമ്മുടെ സെക്രട്ടറി തഹരീക്കെ ജദീദ് ഒരു മുഖ്ലിസായ അഹമ്മദിയാണ്. അവർ ഉടൻ തന്നെ 1 ലക്ഷം ഫ്രാങ്ക് സിഫ നൽകുകയും ചെയ്തു. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയ ഒരു സംഖ്യമാണിത്. അവരുടെ കറൻസി അനുസരിച്ച് ഇത് 1 ലക്ഷമാണ്. എന്നാൽ ഇത് വെറും 139 പൗണ്ട് മാത്രമാണ്. എന്നാൽ ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയ ഒരു സംഖ്യയാണ്. കാരണം അവർക്ക് പച്ചക്കറിയുടെ ഒരു ചെറിയ കട മാത്രമാണ് ഉണ്ടായിരുന്നത്. വളരെ പ്രാരാബ്ധമുള്ള ഒരു വനിതയാണ്. ബൊക്കിനോ ഫാസോയിലെ അമീർ സാഹിബ് എഴുതുന്നു, പാവല എന്നു പേരുള്ള ജമാഅത്തിലെ ഒരു സുഹൃത്ത് അത്താര അബ്ദുറഹീം സാഹിബ് നമ്മുടെ ഒരു മിഷണറിയുടെ പ്രസംഗം കേട്ട് പ്രതിജ്ഞ ചെയ്യുകയുണ്ടായി. തീർച്ചയായും ഞാൻ ദരിദ്രനാണ്, ധാന്യങ്ങളല്ലാതെ ജീവിതമാർഗം മറ്റൊന്നും തന്നെയില്ല. എന്നാൽ എന്റെ പ്രതിജ്ഞയാണ്, ഇനി എല്ലാ മാസവും 100 ഫ്രാങ്ക് സിഫ ചന്ത നിർബന്ധമായി നൽകുന്നതായിരിക്കും.
ഇതിന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മഴയുടെ കുറവ് നേരിടേണ്ടി വന്നു. എല്ലാ ജനങ്ങളും ഇത് മൂലം വ്യാകുലരാകാൻ തുടങ്ങി. എന്നാൽ ഇദ്ദേഹം പറയുന്നു, എല്ലാവരും എന്നിൽ ദർശിച്ച ഒരു കാര്യം, അത് എന്റെ വിളവായിരുന്നു. അത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ നല്ലതായിരുന്നു. ഇത് ചന്തയെക്കുറിച്ചുള്ള എന്റെ ഈമാനെ കൂടുതൽ വർദ്ധിപ്പിച്ചു. ഞാൻ ഇനി 6000 ഫ്രാങ്ക് സിഫ തെഹ്രീക്കെ ജദീദിൽ നൽകും എന്ന് പ്രതിജ്ഞ ചെയ്തു. ഈ പ്രതിജ്ഞ ചെയ്ത് ഏതാനും ദിവസം മാത്രം കഴിഞ്ഞപ്പോൾ വിളവെടുപ്പിന്റെ സമയം വന്നു. എന്റെ കൃഷിയുടെ വിളവ് തികച്ചും വ്യത്യസ്തമായതും വളരെ അധികവുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, അസാധാരണമായി ഉണ്ടായ വിളവെല്ലാം തന്നെ ചന്തയുടെ അനുഗ്രഹം കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ തെഹ്രീക്കെ ജദീദിന്റെ ചന്ത വർദ്ധിപ്പിച്ച് 12000 ഫ്രാങ്ക് സിഫ ആയി നിശ്ചയിച്ചു. ബുർക്കിന ഫാസോ ബുർക്കിനോ ഫാസോയിലെ അമീർ സാഹിബ് തന്നെ എഴുതുന്നു, തൂരി എന്നു പേരുള്ള ഗ്രാമത്തിലെ ഒരു അഹമ്മദിയായ വൃദ്ധൻ ടാഗോറെ സാഹിബ് തന്റെ കുടുംബത്തിലെ ഏക അഹമ്മദിയാണ്. അദ്ദേഹം സ്വയം പറയുന്നു, ഒരു നീണ്ട കാലഘട്ടം തന്റെ പ്രായം മൂലമുള്ള ബലഹീനതകൾ കൊണ്ടും വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ടും അനുഷ്ഠിക്കുന്നതിൽ ബലഹീനനായിരുന്നു. ഇതുമൂലം ഓരോ നിമിഷവും അദ്ദേഹത്തിന് ദുഃഖമുണ്ടായിരുന്നു. ഈ വർഷം ബയ്യത്ത് ചെയ്തതിനു ശേഷം 70,000 ഫ്രാങ്ക് സിഫ അദ്ദേഹം ചന്ത നൽകുകയുണ്ടായി. പറയുന്നു, ചന്ത നൽകിയ ഉടനെ തന്നെ കാലാകാലമായി മോശമായിരുന്ന ആരോഗ്യം തിരിച്ചു വരാൻ തുടങ്ങി. നഷ്ടപ്പെട്ടിരുന്ന നമസ്കരിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചു. ഏതുവരെ എന്നാൽ എല്ലാ നമസ്കാരവും തഹജ്ജുദും നമസ്കരിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഇതെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹവും എന്റെ ധനത്യാഗത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഉണ്ടായത്. ചന്തകൾ നമസ്കരിക്കാനുള്ള തൗഫീക്ക് നൽകി. ഓസ്ട്രേലിയയിലെ അമീർ സാഹിബ് പറയുന്നു, 2010 നവംബറിൽ തെഹ്രീക്കെ ജദീദിന്റെ പുതിയ വർഷം വിളംബരം ചെയ്തപ്പോൾ ഓസ്ട്രേലിയയിൽ തെഹ്രീക്കെ ജദീദ് വിഭാഗത്തിന് ഞാൻ അവർക്ക് നൽകിയ നിർദ്ദേശത്തിന്റെ വെളിച്ചത്തിൽ എല്ലാ ജമാഅത്തുകളെയും തെഹ്രീക്കെ ജദീദിന്റെ ധനത്യാഗ പദ്ധതിയിൽ മുന്നോട്ട് ഗമിക്കുന്നതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയുണ്ടായി. ജമാഅത്ത് അഹമ്മദിയ മെൽബൺ ഞങ്ങൾ 2 ഇരട്ടിയാക്കും എന്ന് വാഗ്ദാനം ചെയ്തു. അങ്ങനെ അവർ ഒരുപാട് പരിശ്രമിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കഴിഞ്ഞ വർഷത്തേക്കാൾ 164% വർധനവോടുകൂടി തങ്ങളുടെ ചന്ത നൽകി. ജമാഅത്ത് അഹമ്മദിയ കാൻബാറ കഴിഞ്ഞ വർഷത്തേക്കാൾ 75% വർധന വരുത്തി തങ്ങളുടെ ചന്ത നൽകി. ഇതേപോലെ കൂട്ടായ ത്യാഗത്തിലും ജമാഅത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇൻസ്പെക്ടർ തെഹ്രീക്കെ ജദീദ് ഇന്ത്യ എഴുതുന്നു, ഫെബ്രുവരി മാസത്തിൽ വിനീതൻ വക്കീലുൽ മാൽ സാഹിബിനോടൊപ്പം തമിഴ്നാട് സ്റ്റേറ്റിൽ പര്യടനം നടത്താൻ സാധിച്ചു. ഞങ്ങൾ ജമാഅത്ത് അഹമ്മദിയ കോയമ്പത്തൂരിലെത്തിയപ്പോൾ മഗ്രിബ് നമസ്കാരാനന്തരം ഒരു തർബിയത്ത് യോഗം സംഘടിപ്പിച്ചു. ഇതിൽ വക്കീലുൽ മാൽ സാഹിബ് തെഹ്രീക്കെ ജദീദിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും അതിന്റെ പശ്ചാത്തലത്തെക്കുറിച്ചും വളരെ വിശദമായി സംസാരിച്ചു. യോഗത്തിന് ശേഷം പള്ളിയിൽ ഉണ്ടായിരുന്ന എല്ലാ സഹോദരങ്ങളിൽ നിന്നും പുതിയ വർഷത്തിനുള്ള വാഗ്ദാനം എഴുതിച്ചു. ഒരു മുഖ്ലിസായ സഹോദരന്റെ കഴിഞ്ഞ വർഷത്തെ വാഗ്ദാനം 20,000 രൂപയായിരുന്നു. പുതിയ വർഷത്തിൽ വക്കീലുൽ മാൽ സാഹിബ് 1,00,000 രൂപ വാഗ്ദാനം എഴുതിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി നല്ലതായിരുന്നില്ല. പൊതുവിൽ കേരളത്തിലെ ആളുകൾ സമ്പന്നരാണെങ്കിൽ പോലും അദ്ദേഹം ചില നിർബന്ധിതാവസ്ഥകളെ കുറിച്ച് പറഞ്ഞു. പിന്നീട് ത്യാഗത്തിനായി തയ്യാറായി. ആ സമയത്ത് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ 2 വഖഫേനോ പെൺകുട്ടികളും ഉണ്ടായിരുന്നു. മസ്ജിദിൽ നിന്നും ഇറങ്ങി സെക്രട്ടറി സാഹിബ് തെഹ്രീക്കെ ജദീദിന്റെ വീട്ടിൽ പോയ ഉടൻ തന്നെ ഇൻസ്പെക്ടർ സാഹിബിന് ഈ 1,00,000 രൂപ വാഗ്ദാനം ചെയ്ത് അദ്ദേഹത്തിന്റെ ഫോൺ വന്നു. പറയുന്നു, എന്റെ മൂത്ത മകൾ പറയുന്നു, അതായത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വഖഫേനോ കുട്ടി, അപ്പ താങ്കൾ തെഹ്രീക്കെ ജദീദിന്റെ വാഗ്ദാനം എഴുതിയത് അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണ്. അത് കുറച്ചുകൂടി വർദ്ധിപ്പിച്ച് 1,50,000 അദ്ദേഹം പറയുന്നു, അതുകൊണ്ട് എന്റെ വാഗ്ദാനം 1,50,000 എഴുതുക. തെഹ്രീക്കെ ജദീദിന്റെ പ്രതിനിധി കശ്മീരിൽ പര്യടനം നടത്തിയപ്പോൾ, ഇത് ഇന്ത്യയിലെ കശ്മീരാണ്, പറയുന്നു, ജമാഅത്ത് അഹമ്മദിയ ആസ്നൂറിലെ ഒരു വൃദ്ധനായ
മുഖ്ലിസായ സഹോദരനെ കണ്ടുമുട്ടി. അദ്ദേഹത്തിന്റെ മറ്റു ചിലവുകളും ചികിത്സാ ചിലവുകളും ചുരുങ്ങിയ സർക്കാർ പെൻഷൻ കൊണ്ടാണ് നടന്നു പോന്നിരുന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് മരുന്നുകൾക്കുള്ള ചിലവ് പെൻഷനേക്കാൾ കൂടിയിരുന്നു. അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ട് അദ്ദേഹത്തിന്റെ ബജറ്റിൽ വർധനവ് വരുത്തുന്നത് ശരിയാണെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. എന്നാൽ ദുആക്ക് ശേഷം ഞങ്ങൾ അദ്ദേഹത്തോട് വിട പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, താങ്കൾ വരാനുള്ള ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാലും. പ്രതിനിധി പറയുന്നു, വിനീതൻ അദ്ദേഹത്തിന് ചന്ദ തെഹ്രീക്കെ ജദീദിന്റെ വർധനവിനെ കുറിച്ച് ഞാൻ അവർക്ക് നൽകിയ നിർദ്ദേശം കേൾപ്പിച്ചു. ഇത് കേട്ട ഉടനെ അദ്ദേഹം പുതിയ ആവേശത്തോടെ പറയാൻ തുടങ്ങി, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഖലീഫത്തുൽ മസീഹിന്റെ കൽപ്പനയ്ക്ക് ലബ്ബൈക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരാൻ തുടങ്ങി. അള്ളാഹു എന്റെ ഭൗതിക മരുന്നുകൾക്കുള്ള ബജറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആഖിറത്തിന്റെ ബജറ്റിൽ എന്തിനു കുറക്കണം? അങ്ങനെ ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ബജറ്റിൽ വർധനവ് വരുത്തി എന്ന് മാത്രമല്ല, അപ്പോൾ തന്നെ ചന്തയും നൽകുകയുണ്ടായി. അഡീഷണൽ വക്കീലുൽ മാൽ പാകിസ്ഥാൻ എഴുതുന്നു, ഒരു സഹോദരൻ സിന്ധിൽ നിന്നും. സിന്ധിലെ അവസ്ഥ വളരെ മോശമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ മഴ കാരണം അദ്ദേഹത്തിന്റെ വാഗ്ദാനം 50,000 രൂപയായിരുന്നു. പറയുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ട്, അദ്ദേഹം സമ്പന്നനായിരുന്നു, എന്നാൽ വിളവിൽ വളരെയധികം നഷ്ടം സംഭവിച്ചിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളുടെ വാഗ്ദാനം വർദ്ധിപ്പിക്കേണ്ടതാണ്. അങ്ങനെ അദ്ദേഹം തന്റെ വാഗ്ദാനം 5 ലക്ഷം രൂപയാക്കി. അത് പണമായി തന്നെ അടച്ചു തീർക്കുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഫോൺ ചെയ്തു. അദ്ദേഹം തിരിച്ച് ഹൈദരാബാദിൽ വന്നിരുന്നു. ഫോൺ ചെയ്തു പറഞ്ഞു, താങ്കൾ ഖലീഫത്തുൽ മസീഹിന്റെ പ്രതിനിധിയായിക്കൊണ്ടാണ് എന്റെ അടുത്ത് വന്നിരുന്നത്. ഞാൻ 5 ലക്ഷത്തിന്റെ വാഗ്ദാനം നൽകിയിരുന്നു. താങ്കൾ എന്റെ അവസ്ഥ കണ്ട് അത്ര എഴുതാനാണ് പറഞ്ഞത്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ബയ്യത്തിന്റെ പ്രതിജ്ഞ അതിൽ കൂടുതലായി വാഗ്ദാനം ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹം 10 ലക്ഷത്തിന്റെ വാഗ്ദാനം നൽകി. വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, എന്റെ ഭാഗത്ത് നിന്ന് എന്റെ ആഭരണങ്ങൾ ഞാൻ തെഹ്രീക്കെ ജദീദിലേക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ ഫോൺ വന്നു. എന്റെ ഭാര്യ പറയുന്നു, ഇപ്പോൾ തന്നെ പോയി എന്റെ ആഭരണങ്ങൾ കേന്ദ്ര പ്രതിനിധിക്ക് നൽകിയാലും ഞാൻ ഇത് രാത്രിയിൽ എന്റെ പക്കൽ സൂക്ഷിക്കുന്നതല്ല. അദ്ദേഹത്തിന്റെ ഭാര്യയെ ഫോണിൽ പറഞ്ഞ് മനസ്സിലാക്കി, ഇപ്പോൾ രാത്രിയാണ്, സിന്ധിലെ അവസ്ഥ വളരെ മോശമാണ്, രാവിലെ കാണാം. എന്നാൽ അവർ ശഠ്യം പിടിച്ചു, ഇതിപ്പോൾ തന്നെ എനിക്ക് എത്തിക്കണം. അങ്ങനെ ഭർത്താവിന് നിർബന്ധിതാവസ്ഥയിൽ വരേണ്ടി വന്നു. എന്നാൽ നിയ്യത്ത് ചെയ്താൽ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ആ വസ്തു എത്തുന്നതാണ്. അവസ്ഥ കണ്ട് ആവേശഭരിതരാകാൻ പാടുള്ളതല്ല. അവിടെ രാത്രിയിൽ യാത്ര ചെയ്യാൻ നല്ലതല്ല. അള്ളാഹു അനുഗ്രഹിച്ചു, ഒന്നും തന്നെ സംഭവിച്ചില്ല. എന്നിരുന്നാലും സൂക്ഷിക്കേണ്ടതാണ്. ഒരു കാരണവുമില്ലാതെ സ്വയം പരീക്ഷണത്തിൽ അകപ്പെടുത്താനും പാടുള്ളതല്ല. കർഗിസ്ഥാനിലെ ഒരു നവ അഹമ്മദി സഹോദരനെ കുറിച്ച് നമ്മുടെ മുബല്ലിഗെ സിൽസില എഴുതുന്നു, ജമാഅത്തിന്റെ കേന്ദ്ര മസ്ജിദിനും മിഷൻ ഹൌസിനുമായി ഒരു ഭൂമിയുടെ ഭാഗം അദ്ദേഹം വാങ്ങി നൽകി. അതോടൊപ്പം തന്നെ അതിനടുത്തുള്ള നിർമ്മാണത്തിലിരിക്കുന്ന ഒരു 2 നില കെട്ടിടവും വിലക്ക് വാങ്ങി നൽകി. പിന്നീട് മറ്റൊരു നഗരത്തിലും മസ്ജിദ് നിർമ്മിക്കുന്നതിനായി പ്ലോട്ട് വിലക്ക് വാങ്ങി നൽകുകയുണ്ടായി. ഇത് ഒരു നവ അഹമ്മദി സഹോദരനാണ്. ഇതിനായി മൊത്തം അദ്ദേഹം $4,95,000 ത്യാഗം ചെയ്തു. ജർമ്മനിയിലെ സെക്രട്ടറി തെഹ്രീക്കെ ജദീദ് എഴുതുന്നു, തെഹ്രീക്കെ ജദീദിനെ കുറിച്ച് ആഹ്വാനം ചെയ്യുകയുണ്ടായി. അതിന്റെ അനുഗ്രഹങ്ങൾ കേട്ടതിനു ശേഷം ഒരു വനിത €1000 അത് ആഭരണങ്ങൾ വാങ്ങാനായി വെച്ചതായിരുന്നു നൽകി. ജർമ്മനി ജമാഅത്തിലെ ഒരുപാട് ലജനകൾ അവരുടെ ആഭരണങ്ങൾ തെഹ്രീക്കെ ജദീദിനായി നൽകി. ഒരു സഹോദരിക്ക് ഒരു കുറി ഉണ്ടായിരുന്നു, അതിലെ മുഴുവൻ തുകയും നൽകി. പറയുന്നു, ഒരു സ്ഥലത്ത് ഞാൻ പര്യടനത്തിലായിരുന്നു. അവിടെ ഒരു സഹോദരൻ ഇദ്ദേഹം ഇൻസ്പെക്ടറായിരുന്നു. അവിടെ ഒരു സഹോദരൻ എനിക്ക് ഒരു ചീട്ട് നൽകി. അതിൽ എഴുതിയിരുന്നു €20,000
कि मेरा ചന്ദ തെഹ്രീക്കെ ജദീദ്. അതിന് താഴെ എഴുതിയിരുന്നു, जब मैं गया എന്റെ പേര് വെളിപ്പെടുത്തരുത്. मिसाल पेश की അദ്ദേഹം പറയുന്നു, ഞാൻ മറ്റൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഈ ഉദാഹരണം ഈ വിധത്തിൽ ആളുകൾ ത്യാഗം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയുണ്ടായി. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവിടെയും ഒരു സഹോദരൻ ഒരു ചീട്ട് എനിക്ക് നൽകി. അതിൽ എഴുതിയിരുന്നു തെഹ്രീക്കെ ജദീദ് ചന്തയായി 21,000 യൂറോ. അതിൽ താഴെ എഴുതിയിരുന്നു എന്റെ പേര് വെളിപ്പെടുത്തരുത്. ഇത് ഞാൻ എടുത്ത ഏതാനും സംഭവങ്ങളാണ്. ഇത്തരം അനേകം സംഭവങ്ങളുണ്ട്. ഒരുപക്ഷെ ഈമാൻ വർദ്ധിപ്പിക്കാൻ കാരണമായ ഇതിനേക്കാൾ വലിയ സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. ഞാൻ ഇതെല്ലാം പ്രത്യേകം തിരഞ്ഞെടുത്തതോ ശ്രദ്ധയോടെ എടുത്തതോ അല്ല. അള്ളാഹു ഈ ത്യാഗം ചെയ്ത എല്ലാവരുടെയും ജീവനിലും സമ്പത്തിലും അളവറ്റ അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. ഇതിനുശേഷം ഞാൻ രീതി അനുസരിച്ച് കഴിഞ്ഞ വർഷത്തെ സ്ഥിതി വിവര കണക്കുകൾ കേൾപ്പിക്കുകയും തെഹ്രീക്കെ ജദീദിന്റെ 78-ാം വർഷം വിളംബരം ചെയ്യുകയും ചെയ്യാം. അള്ളാഹു ഈ പുതിയ വർഷത്തെയും അളവറ്റ ബർക്കത്തുകൾ കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. 77वां माली साल था അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ വർഷം തെഹ്രീക്കെ ജദീദിന്റെ 77-ാമത്തെ സാമ്പത്തിക വർഷമായിരുന്നു. और रिपोर्ट्स जो आई हैं अब तक उनके मुताबिक 31 ഡിസംബറിൽ അത് അവസാനിച്ചു. ഇതുവരെ വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ पाउंड की തെഹ്രീക്കെ ജദീദിന്റെ സാമ്പത്തിക പദ്ധതിയിൽ 68,21,000 പൗണ്ടിന്റെ ത്യാഗം ജമാഅത്ത് നൽകുകയുണ്ടായി. അൽഹംദുലില്ലാ. ഈ വസൂലി साल की वसूल के मुकाबले കഴിഞ്ഞ വർഷത്തെ വസൂലിയേക്കാൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 11,62,000 പൗണ്ട് കൂടുതലാണ്. ഒരു വർഷത്തിൽ മുമ്പൊരിക്കലും തന്നെ ചന്തയിൽ ഇത്രയധികം വർധനവ് ഉണ്ടായിട്ടില്ല. चंदा देने वालों ഈ വർധനവ് और ചന്ത നൽകുന്ന ആളുകളുടെ എണ്ണത്തിലും ഉണ്ടായിട്ടുണ്ട്. जबकि ത്യാഗത്തിന്റെ നിലവാരവും വളരെയധികം ഉയർന്നിട്ടുണ്ട്. अबतर हो रहे हैं ലോകത്തിലെ സാമൂഹിക അവസ്ഥ ഞാൻ പറഞ്ഞതുപോലെ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് യൂറോപ്പിലെ. അള്ളാഹു ഈ സംഖ്യയിലും അനുഗ്രഹം ചൊരിയട്ടെ. जमाती मंसूबे हैं उनको पूरा करने की तौफीक अता फरमाए ജമാഅത്തിന്റെ പദ്ധതികൾ और वो बगैर പൂർണ്ണമാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. യാതൊരുവിധ പ്രതിസന്ധിയുമില്ലാതെ അത് പൂർത്തിയായിക്കൊണ്ടിരിക്കട്ടെ. ഏതുപോലെ ലോകത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ചന്തയിൽ കുറവ് വരുത്തിയില്ലയോ, अल्लाह करे ത്യാഗത്തിൽ കുറവ് വരുത്തിയില്ലയോ, कुरान അതുപോലെ ഈ സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ പദ്ധതികൾക്ക് ഒരു പ്രതിസന്ധിയും സൃഷ്ടിക്കാതിരിക്കാൻ അള്ളാഹു സഹായിക്കട്ടെ. पाकिस्तान ने सख्त അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പാകിസ്ഥാനിൽ മോശമായ സാമ്പത്തിക हालात के बावजूद സാമൂഹിക അവസ്ഥയായിട്ടും पानी का मयार തങ്ങളുടെ ത്യാഗത്തിന്റെ നിലവാരം वो कायम है. അവർ നിലനിർത്തിയിരിക്കുന്നു. इसके बाद ഒന്നാം സ്ഥാനത്ത് दूसरे नंबर पर इस साल അവർ നിലകൊള്ളുന്നു. जर्मनी है, അതിനുശേഷം രണ്ടാം സ്ഥാനത്ത് ജർമ്മനിയാണ്. तीसरे नंबर पर जर्मनी അല്ല, ഈ വർഷം और चौथे नंबर അമേരിക്കയാണ്. മൂന്നാം സ്ഥാനത്താണ് ജർമ്മനി. पिछले साल നാലാം സ്ഥാനത്ത് ബ്രിട്ടനാണ്, UK. കഴിഞ്ഞ വർഷം पाकिस्तान के बाद दूसरा नंबर था, UK तीसरा था, चौथा जर्मनी. പാകിസ്ഥാന് ശേഷം രണ്ടാം സ്ഥാനത്തായിരുന്നു. മൂന്നാം സ്ഥാനം അമേരിക്കയുടേതായിരുന്നു. നാലാം സ്ഥാനം ജർമ്മനിക്കായിരുന്നു. कनाडा ജർമ്മനി നാലാം സ്ഥാനത്ത് നിന്ന് മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. വളരെ വലിയ ത്യാഗം ചെയ്താണ് എത്തിയിരിക്കുന്നത്. കാനഡ മുമ്പത്തെ പോലെ തന്നെ 5-ാം സ്ഥാനത്താണ്. ഇന്ത്യ 6-ാം സ്ഥാനത്താണ്. ഇന്തോനേഷ്യയും സാമ്പത്തികമായി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും नंबर पे रहा है. ഇന്ത്യയിലെ ജമാഅത്തുകൾ കൂടുതലായി ത്യാഗം ചെയ്തതുകൊണ്ട് ഇന്തോനേഷ്യ 7-ാം സ്ഥാനത്ത് എത്തി. ഓസ്ട്രേലിയ 8-ാം സ്ഥാനത്ത്. ഒരു അറേബ്യൻ രാജ്യം, അതിന്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത് 9-ാം സ്ഥാനത്താണ്. സ്വിറ്റ്സർലൻഡ് 10-ാം സ്ഥാനത്ത്. और फी का सदाईकी के लिहाज से भी ആളോഹരി ചന്ത നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ जो दूसरे नंबर पे 118 पाउंड फीकस, ആ അറബ് രാജ്യത്തെ കൂടാതെ फिर बेल्जियम 118 പൗണ്ടിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക 1-ാം സ്ഥാനത്ത്. പിന്നീട് मुकामी करेंसियों में भी जो इजाफा हुआ है उसमें जर्मनी സ്വിറ്റ്സർലൻഡ്, പിന്നീട് ബെൽജിയം എന്നിങ്ങനെ പ്രാദേശിക കറൻസിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായ വർധനവ്, അതിൽ अल्लाह के फजल से ജർമ്മനി ഏറ്റവും കൂടുതലാണ്. कि कुर्बानी करने वालों को അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ इस साल ഞാൻ പറഞ്ഞതുപോലെ ത്യാഗം ചെയ്യുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. ഈ വർഷം
1,09,000 പുതുതായി ചന്ത നൽകുന്നവർ പങ്കാളികളായി. അങ്ങനെ ഈ സംഖ്യ കഴിഞ്ഞ വർഷത്തേക്കാൾ 1,09,000 വർദ്ധിച്ചു. എന്നാൽ ഇതിൽ ഇനിയും ഒരുപാട് ഇടം ബാക്കിയായിട്ടുണ്ട്. ഞാൻ ആഫ്രിക്കൻ ജമാഅത്തുകളോട് പറഞ്ഞത് അനുസരിച്ച് നൈജീരിയ ഇതിൽ വളരെ നന്നായി പ്രവർത്തിച്ചു. ആഫ്രിക്കയിൽ മൊത്തത്തിലുള്ള വസൂലിയുടെ അടിസ്ഥാനത്തിൽ ഗാന 1-ാം സ്ഥാനത്താണ്. ഇതിനുശേഷം മൗറീഷ്യസ്, പിന്നീട് നൈജീരിയ. വളരെ വലിയ വർധനവ് വരുത്തിയവരിൽ ഗാംബിയ, ബുർക്കിനോഫാസോ, നൊച്ചിക്കോച്ച് ഉൾപ്പെടുന്നു. പങ്കാളികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നൈജീരിയ മുഴുവൻ ലോകത്തെയും രാജ്യങ്ങളിൽ 1-ാം സ്ഥാനത്താണ്. ഈ വർഷം 56,000 ആളുകളുടെ വർധനവ് വരുത്തി. ഇതിനു ശേഷം സിറാലിയൂൺ, ഐവറി കോസ്റ്റ്, ബുർക്കിനോഫാസോ മുതലായവ. മർക്കസി റെക്കോർഡ് അനുസരിച്ച് 1-ാം ലെഡ്ജറിലെ മുജാഹിദീങ്ങളുടെ ആകെ എണ്ണം 5,927 ഇതിൽ 340 പേർ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവർ സ്വയം അവരുടെ ചന്ത നൽകിക്കൊണ്ടിരിക്കുന്നു. ബാക്കി വഫാത്തായവരുടെ ചന്ത അവരുടെ പിൻതലമുറക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നു. പാകിസ്ഥാനിലെ ചന്ത കണക്കനുസരിച്ചുള്ള 3 വലിയ ജമാഅത്തുകൾ: 1-ാം സ്ഥാനത്ത് ലാഹോർ, 2-ാം സ്ഥാനം റബുവ, 3-ാം സ്ഥാനം കറാച്ചി. പട്ടണ ജമാഅത്തുകളിൽ 10 ജമാഅത്തുകളിൽ 1-ാം സ്ഥാനം റാവൽപിണ്ടി, 2-ാം സ്ഥാനം ഇസ്ലാമാബാദ്, 3-ാം സ്ഥാനം ക്വയ്റ്റ, ഒക്കാഡ 4-ാം സ്ഥാനം, ഹൈദരാബാദ് 5, പിഷാവർ 6, മീർപൂർ ഖാസ് 7-ാം സ്ഥാനം, റാവൽപൂർ 8, തേര ഗാസി ഖാൻ 9, നവാബ്ഷാ 10. ജില്ലാടിസ്ഥാനത്തിൽ ധനത്യാഗത്തിൽ പാകിസ്ഥാനിലെ ജില്ലകളുടെ സ്ഥാനം: സിയാൽകോട്ട് 1-ാം സ്ഥാനം, 2 ഉമർകോട്ട്. ഉമർകോട്ടിൽ ഈ വർഷം പ്രത്യേകിച്ച് മീർപൂർ ഖാസിൽ മഴ ഒരുപാട് നഷ്ടം വരുത്തിയിരുന്നു. ഇവിടെ അധികം ജമാഅത്തുകളും കൃഷിക്കാരുടേതാണ്. എന്നിട്ടും അവർ അവരുടെ ത്യാഗം നിലനിർത്തി. സർഗോദ 3, ഷേഖുപുര 4, ഗുജറാത്ത് 5, ബഹാവൽപൂർ 6, മുദീൻ 7, നാരോവാൾ 8, താന്തൻ 9, 10-ാം സ്ഥാനത്ത് മീർപൂർ, ആസാദ് കശ്മീർ, ഹാഫിസാബാദ്. അമേരിക്കയിലെ ആദ്യത്തെ 10 ജമാഅത്തുകൾ: ലോസ് ഏഞ്ചൽസ്, ഇംഗ്ലണ്ട് എംപയർ, ട്രാക്ട്, സിലിക്കൺ വാലി, ചിക്കാഗോ വെസ്റ്റ്, ആയസ്ബർഗ്, ബാനിസ്, ലോസ് ഏഞ്ചൽസ് വെസ്റ്റ്, ബോസ്റ്റൺ, സിൽവർ സ്പെയിൻ, പോർട്ട്മിന്റ്. ജർമ്മനിയിലെ ജമാഅത്തുകൾ: നോയ്ഡൻമാർക്ക്, നോയസ്, കൊളോൺ, ഫ്ലോറിസൈം, ഓറിസ്ബർഗ്, നോയിസ്, ഈസൻബർഗ്, കാൾസ്റൂവെ, മെഹദിയാബാദ്, ഓൺസെ, മാൾബർഗ്. വസൂലി അനുസരിച്ച് ജർമ്മനിയിലെ ആദ്യത്തെ 10 ലോക്കൽ ഇമാരത്തുകൾ: ഹാംബർഗ്, ഫ്രാങ്ക്ഫർട്ട്, ഗ്ലോസ്ഗലോ, ഗാങ്സ്റ്റർ, വിസ്ബാദൽ, മാൻഹൈം, ലിങ്സ്റ്റൺ, ലക്സംബർഗ്, ഓഫൻബർഗ്. യുകെയിലെ 10 വലിയ ജമാഅത്തുകൾ വസൂലി അനുസരിച്ച്: മസ്ജിദ് ഫസൽ ലണ്ടൻ, ന്യൂ മോഡേൺ, മോസ്റ്റൺ പാർക്ക്, ഹാൻതോപ്പ്, മോസ്ക് വെസ്റ്റ് ഹിൽ, ബൈത്തുൽ ഫുതൂ, ഗ്രീൻ പാർക്ക്, മാഞ്ചസ്റ്റർ സൗത്ത്. 3 റീജൻ: ലണ്ടൻ റീജൻ 1-ാം സ്ഥാനത്ത്, പിന്നെ നോർത്ത് ഈസ്റ്റ് റീജൻ, പിന്നെ മിഡ്ലാൻഡ് റീജൻ. വസൂലി അനുസരിച്ചുള്ള ചെറിയ ജമാഅത്തുകൾ: നോംലെ, അഗ്നേഷ്യം, ഹാംസ്റ്റർ, പെൻവാലി, കേലെ. കാനഡയിലെ ജമാഅത്തുകൾ: ഹാമിൽട്ടൺ, കോൺവെസ്റ്റ്, പീസ് വില്ലേജ് വെസ്റ്റ്, സെവേ, ഈസ്റ്റ്, സിസ്കാട്ടൂൺ. ഇന്ത്യയിലെ ജമാഅത്തുകൾ: ഇന്ത്യയുടെ സ്ഥാനം അവസാനമല്ല, ചെറിയ സ്ഥാനമാണ്. എന്നാൽ പേരെടുത്ത് പറയാനുള്ള കാരണം ഈ രാജ്യത്താണ് ഖാദിയാനുള്ളത്. ഈ സ്ഥലത്താണ് ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവതീർണരായത്. അദ്ദേഹത്തിന്റെ പട്ടണമാണ്. കേരള 1-ാം സ്ഥാനത്ത്, തമിഴ്നാട് 2-ാം സ്ഥാനം, ആന്ധ്രാപ്രദേശ് ഇത് സ്റ്റേറ്റ് അടിസ്ഥാനത്തിലാണ്. ജമ്മു കശ്മീർ, ബംഗാൾ, കർണാടക്, ഒഡീസ, പഞ്ചാബ്, UP, ഡൽഹി. ജമാഅത്തുകളിൽ കരുളായി, കാലിക്കറ്റ്, ഹൈദരാബാദ്, കൽക്കത്ത, കണ്ണൂർ ടൗൺ, കാദിയാൻ,
6ാം സ്ഥാനത്താണ്. കോയമ്പത്തൂർ, ചെന്നൈ, പയങ്കാടി, ഡൽഹി. इस दफा बाज गैर मामूली क्योंकि ഇപ്രാവശ്യം चंदों ചിലർ തങ്ങളുടെ ചന്തയിൽ അസാധാരണമായ വർധനവ് വരുത്തിയിട്ടുണ്ട്. मरकजी चंदा होता है തെഹ്രീക്കെ ജദീദിന്റെ ചന്ത मुल्की മർക്കസി ചന്തയാണ്. ഇതിൽ പ്രാദേശിക ജമാഅത്തിനോ और जमात അതാത് രാജ്യത്തിനോ ഭാഗം ഉണ്ടാകാറില്ല. इंडिया में भी हैं മർക്കസിന്റെ പ്രൊജക്ടുകൾ ഇന്ത്യയിലുണ്ട്, मरकजी മറ്റു ദരിദ്ര രാജ്യങ്ങളിലുണ്ട്, जाते हैं ആഫ്രിക്കയിലുണ്ട്. അതല്ലെങ്കിൽ കേന്ദ്രത്തിലുള്ള ചിലവുകൾ ഇതിനായാണ് വിനിയോഗിക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യം അസാധാരണ നിലയിലുള്ള വസൂലി ഉള്ളതുകൊണ്ട് അമേരിക്കയും അസാധാരണ നിലയിൽ വർധനവ് വരുത്തിയിട്ടുണ്ട്. पाउंड का ഏകദേശം 1,88,000 डॉलरों की रकम है പൗണ്ടിന്റെ. അതുകൊണ്ട് അവരുടെ ഡോളർ സംഖ്യ അനുസരിച്ച് उनको मैं इस दफा അവർക്ക് അതിനുള്ള അവകാശമില്ല. $1,00,000 का हिस्सा दे रहा എന്നിരുന്നാലും ഞാൻ ഇപ്രാവശ്യം അവർക്ക് ഇതിൽ നിന്നും हूँ दफा की है $1,00,000 നൽകുന്നു. ജർമ്മനിയും അസാധാരണ നിലയിലുള്ള വർധനവ് വരുത്തിയിട്ടുണ്ട്, को 1.5 लाख यूरो 3 ലക്ഷത്തിൽ കൂടുതൽ. അതുകൊണ്ട് അവർക്ക് इसमें से 1.5 ലക്ഷം യൂറോ ഇതിൽ നിന്നും നൽകുന്നു. ഇത് നൽകാനുള്ള കാരണം क्योंकि അമേരിക്കയിലും ജർമ്മനിയിലും പള്ളികൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംഖ്യ അവർ പള്ളികൾക്കായി ചിലവഴിക്കട്ടെ. भी इजाफा काफी है लेकिन UK വർധനവും पहली दो जमातों का उतना नहीं, इसलिए 50 വളരെ അധികമാണ്. उनको भी मसाजिद എന്നാൽ ആദ്യത്തെ 2 ജമാഅത്തുകളുടെ അത്രയില്ല. के लिए दी जा रही है क्योंकि अब मसाजिद അതുകൊണ്ട് 50,000 പൗണ്ട് അവർക്കും മസ്ജിദുകൾ നിർമ്മിക്കാനായി നൽകുന്നു. हर लिहाज से കാരണം करे പള്ളി നിർമ്മാണത്തിലേക്ക് നിങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അള്ളാഹു എല്ലാവിധത്തിലും ഇത് അനുഗ്രഹീതമാക്കട്ടെ. തുടർന്നും മുമ്പത്തേക്കാൾ ഉപരിയായി ത്യാഗത്തിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ എല്ലാവരുടെയും സമ്പത്തിലും ജീവനിലും അളവറ്റ അനുഗ്രഹം വർഷിക്കുമാറാകട്ടെ. जो हमारे एक बुजुर्ग ഇപ്പോൾ ജുമാക്ക് ശേഷം ഞാൻ ഒരു ജനാസ ഗായിബ് നമസ്കരിക്കും. അത് നമ്മുടെ ഒരു മഹത്വായ മസൂദ് അഹമ്മദ് ഖാൻ സാഹിബ് ദഹലവി ഈ സാഹിബിന്റേതാണ്. 91 साल की उम्र में वफात पा गए। അദ്ദേഹം നവംബർ 3 രാവിലെ 3 മണിക്ക് खादमे सिलसिला 91-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വളരെ പഴയ ഒരു ഖാദിമെ സിൽസിലയാണ്, വഖഫെ സിന്ദഗിയായിരുന്നു. അൽ ഫസൽ ദിനപത്രത്തിന്റെ എഡിറ്ററായിട്ടുണ്ട്. 1920 ഡൽഹിയിലാണ് ഇദ്ദേഹം ജനിച്ചത്. सहाबी थे जिन्होंने 1900 में हज़रत मसीह मौद अलैहिस्सलाम की बैत की। ഇദ്ദേഹത്തിന്റെ പിതാവ് സഹാബിയായിരുന്നു. उनके दादा भी 1900 അദ്ദേഹം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ ബൈഅത്ത് ചെയ്തു. 1890 ഇദ്ദേഹത്തിന്റെ പിതാമഹനും സഹാബിയായിരുന്നു. इस्लाम की बैत की थी। അദ്ദേഹം 1890 ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ ബൈഅത്ത് ചെയ്തു. बेलवी साहब ने जिंदगी वक्फ की और हज़रत खलीफा 1940 ബഹുമാനപ്പെട്ട ദഹ്ലവി സാഹിബ് ജീവിതം വഖഫ് ചെയ്തു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി അൽ ഫസൽ ദിനപത്രത്തിന്റെ അസിസ്റ്റന്റ് എഡിറ്ററായി അദ്ദേഹത്തെ നിശ്ചയിച്ചു. പിന്നീട് പഞ്ചാബ് യൂണിവേഴ്സിറ്റി ലാഹോറിൽ നിന്നും ജേർണലിസത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യിപ്പിച്ചു. बतौर 1940 മുതൽ 71 വരെ അൽ ഫസൽ ദിനപത്രത്തിന്റെ സഹപത്രാധിപരായി സേവനം ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. 71 മുതൽ 88 വരെ അൽ ഫസൽ ദിനപത്രത്തിന്റെ എഡിറ്ററായിക്കൊണ്ട് സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. ഇങ്ങനെ ആകെ 43 വർഷം इदारे से वाबस्ता കാദിയാനിലെയും ലാഹോറിലെയും റബുവയിലെയും അൽ ഫസൽ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ജീവിച്ചു. 46 കാദിയാനിൽ ആക്ടിംഗ് സെക്രട്ടറി पूरा शोब हालात തബ്ഷീറായി സേവനം ചെയ്യാൻ इस वक्त के नादर अमूर खारजा തൗഫീക്ക് ലഭിച്ചു. असिस्टेंट के तौर पर तौफीक पाई। 47 സങ്കീർണമായ അവസ്ഥയിൽ ആ സമയത്തെ നാസിർ ഉമൂറയാമ ഖാരിജയുടെ അസിസ്റ്റന്റായി സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. फिर 1950 से 1953 പിന്നീട് पूरा शोब दौर में 1950 आपने रिपोर्ट മുതൽ 1953 1960 से 73 तक കലാപകലുഷിത കാലത്ത് അദ്ദേഹം റിപ്പോർട്ടിംഗുമായി ബന്ധപ്പെട്ട് വളരെ നല്ല സേവനം കാഴ്ചവെച്ചു. 1960 മുതൽ 73 വരെ പാകിസ്ഥാനിലെ അൻസാറുള്ള മാസികയുടെ എഡിറ്ററായിരുന്നു. 74 ഒരുപാട് अमेरिका कनाडा ഉത്തരവാദിത്തങ്ങൾ കൂടി അതെല്ലാം നല്ല നിലയിൽ നിർവഹിച്ചു. जाने की तौफीक मिली। 75 76 80 ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസിന്റെ യൂറോപ്പ്, അമേരിക്ക, കാനഡ, പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ
പര്യടനത്തിൽ അദ്ദേഹത്തോടൊപ്പം പോകാനുള്ള തൗഫീക്ക് ലഭിച്ചു. 82 ഖലീഫത്തുൽ മസീഹ് റാബിയോടൊപ്പം സ്പെയിനിലെ മസ്ജിദ് ബഷാറത്തിന്റെ ഉദ്ഘാടന അവസരത്തിൽ പോയി. 79 ഖലീഫത്തുൽ മസീഹ് റാബിന്റെ നിർദ്ദേശാനുസരണം ജമാഅത്ത് അഹ്മദിയ ജർമ്മനിയിൽ ഗസ വ്യവസ്ഥിതി സ്ഥാപിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥം മാർട്ടർ ഇൻ ദ നെയിം ഓഫ് അല്ലാ ഹുസൂർ റഹ്മത്തുള്ളാഹി ഇംഗ്ലീഷിൽ എഴുതിയ അതിന്റെ അധ്യായത്തിന്റെ ഉറുദു തർജ്ജമ ഇദ്ദേഹം നിർവഹിച്ചു. അതേപോലെ തന്നെ ക്രിസ്ത്യാനിറ്റി എ ജേർണി ഫ്രം ഫാക്ട് ടു ഫിക്ഷൻ ഉറുദുവിലേക്ക് തർജ്ജമ ചെയ്തു. സ്വയം 2-3 പുസ്തകങ്ങൾ എഴുതി. സഫറെ ഹയാത്ത് തുടങ്ങിയവ. അദ്ദേഹത്തിന്റെ മക്കൾ ഇർഫാൻ അഹമ്മദ് ഖാൻ സാഹിബ് ജർമ്മനിയിലാണ്, ഉസ്മാൻ ഖാൻ സാഹിബ് ജർമ്മനിയിലാണ്, ഡോക്ടർ ഇമ്രാൻ ഖാലിദ് സാഹിബ് റബോയിലാണ്. വളരെ നല്ല സാധാരണ പ്രകൃതക്കാരനായ ആളായിരുന്നു. ജർമ്മനിയിലെ ജലസയിൽ എല്ലാ വർഷവും വരാറുണ്ടായിരുന്നു, ഇവിടെയും വരാറുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ 2ാം പ്രാവശ്യം പോയപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ വളരെ മോശമായിരുന്നു. രോഗിയായിരുന്നു, ഹോസ്പിറ്റലിലായിരുന്നു. എന്നാൽ ഞാൻ വന്നത് അറിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വന്ന് എത്രയും പെട്ടെന്ന് എന്റെ പിന്നിൽ നമസ്കരിക്കാനായി പള്ളിയിൽ അവസരം ലഭിക്കണം എന്ന ചിന്തയാണ് ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും അദ്ദേഹം വന്നു. ജുമാ ദിവസം ജുമാ നമസ്കരിച്ചു. സാധാരണയായി ഞാൻ ജുമാക്ക് ശേഷം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നമസ്കാരത്തിന് ശേഷം പൊതുവിൽ പള്ളിയിൽ വെച്ച് മുലാഖാത്ത് നടത്താറില്ല. എന്നാൽ ആ ദിവസം അദ്ദേഹത്തെ കാണണമെന്ന വലിയ ഒരു ചിന്ത എനിക്കുണ്ടായി. അങ്ങനെ ജുമാക്ക് ശേഷം അദ്ദേഹത്തെ കണ്ടു. ഇത് അവസാനത്തെ മുലാഖാത്തായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.